ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം റിച്ചൂസാണേ. ഇതെന്താ അത്തപ്പൂവാന്ന് ആരും വിചാരിക്കരുത്. ഉണ്ടായിരുന്ന പച്ചക്കറി എല്ലാം കൂടെ കുക്കറിൽ തട്ടിയതാണേ. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു സ്റ്റൂ പോലെ വെക്കാം. ഇന്ന് പിന്നെ വെള്ളയപ്പമാണേ. ഒരു വെടിക്ക് 3 വിഷീന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്ലിലോട്ട് 3 അപ്പം വെച്ച് അങ്ങ് ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ കറി ഉണ്ടാക്കിയേ. ഞാൻ കഴിക്കുവാണേ. നിങ്ങൾ കഴിച്ചോ? ഇന്നെനിക്ക് വെള്ളയപ്പം, വേണമെങ്കിൽ സ്റ്റൂ എന്നും പറയാവുന്ന ഒരു കറി, ഉണ്ടാകുന്ന കുറച്ച് വെജിറ്റബിൾസ്, കൂടെ ഒന്നുമില്ല, നമ്മുടെ കോളിഫ്ലവർ, തക്കാളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇവരെല്ലാവരും കൂടെ അങ്ങ് തട്ടി ഒന്ന് വേവിച്ച് തേങ്ങാപ്പാലിനകത്തൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്തങ്ങ് എടുത്ത്. വേണമെങ്കിൽ നമുക്ക് സ്റ്റൂ എന്നൊക്കെ പറയാവേ. അപ്പോൾ അതും കൂട്ടിയിട്ട് വെള്ളയപ്പം കഴിക്കാൻ പോവാണേ. നിങ്ങളെല്ലാവരും കഴിച്ചോ? പിന്നെ നമ്മുടെ സ്ഥിരം സാധനം ചായ, വലിയ കുട്ടകത്തിനകത്ത് കേട്ടോ. ഇത് രണ്ടാമത്തെയാണേ. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വക പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മൂന്നാമത്തെ ചായ വീണ്ടും വരും. പിന്നെ എല്ലാവർക്കും സുഖമാണോ? എന്തെടുക്കുന്നു? വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ എല്ലാവരും ഉണ്ടാക്കിയത്? അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ. ഇന്ന് കുറച്ചേറെ പരിപാടികളുണ്ട്. ക്ലീനിങ് ആണ് മൊത്തം. പറ്റാറ്റ ഇന്ന് എന്തുവാണ് കറി ഉണ്ടാക്കുന്നതെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ദേവദൂതിയെ പോലെ താഴേന്ന് ചേച്ചി കൊണ്ടുവന്നൊരു കുമ്പളങ്ങ തന്നു. കിട്ടിയ പാതി ഞാൻ അവനെ കഴുകി പെറുക്കി തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ ചട്ടിയിലോട്ടങ്ങ് ഇട്ട്. അപ്പോൾ ഇന്നത്തെ കറി ഇവൻ തന്നെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സവോളയും 2 പച്ചമുളകും അരിഞ്ഞിടാവേ. ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അടുപ്പിൽ വെച്ചങ്ങ് വേവിക്കാം. പിന്നെ എന്തുവാന്നേ വിശേഷങ്ങൾ? എല്ലാവരും ചാനലിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വേറെ എന്നാ വിശേഷങ്ങൾ? ഇന്ന് എന്തുമായിരുന്നു എല്ലാവർക്കും ഒന്ന് ഉച്ചയ്ക്കും രാവിലെയൊക്കെ? ഇത് ഉപ്പിടുവാണേ. കൈ കൊണ്ടാണ് ഞാനിടുന്നത്. ഞാൻ സ്പൂൺ കൊണ്ടിട്ടാൽ ഒന്നിലെ കൂടും അല്ലെങ്കിൽ കുറയും. ഇത് പണ്ട് തൊട്ട് അങ്ങനെ കൈ കൊണ്ടിട്ട് ശീലിച്ചത് കൊണ്ടുണ്ടല്ലോ, എനിക്കത് കൈ കൊണ്ടിട്ടാലേ കറക്റ്റ് അളവിൽ വരത്തുള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് അടുപ്പയിലോട്ട് ഇവനെ തട്ടാം. ഇനിയുണ്ടല്ലോ, തേങ്ങ ഓൾറെഡി ചിരണ്ടി വെച്ചതുണ്ടായിരുന്നേ. അപ്പോൾ തേങ്ങ ചിരണ്ടിയതിനകത്ത് ഒരു ശകലം ജീരകവും ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് തരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ച് വെക്കാവേ. നിങ്ങൾ ഈ കറിയൊക്കെ സ്ഥിരം വീട്ടിലുണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ ആണോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിന് വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച എൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് അവനെ ഒന്ന് അരച്ച് സെറ്റാക്കി വെച്ചേക്കാം. ഇന്നലത്തെ ഓൾറെഡി മീൻകറി ഇരിപ്പുണ്ടേ, നമ്മുടെ തലക്കറി. ഇനിയിപ്പോൾ ദൈവദൂതന്മാരാരും വരാനില്ലല്ലോ എന്ന് ഓർത്തിട്ട് എന്ത് തോരനാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ വിചാരിച്ച് ഫ്രിഡ്ജ് തപ്പിയപ്പോൾ 2 ബീട്രൂട്ട് കിട്ടി. അപ്പോൾ ഇന്ന് അതും കൂടെ ആയേക്കാന്ന് വിചാരിച്ചേ. ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. കുത്തി എരിയത്തില്ലേ അങ്ങനെ. അപ്പോൾ അതിനകത്തോട്ട് ഒരു സവോളയും പിന്നെ 2 പച്ചമുളകും കൂടെ അതിനകത്തോട്ട് അരിഞ്ഞിട്ടേ. ഈ പച്ചമുളകിന് അങ്ങനെ വലിയ എരിവൊന്നുമില്ല. മറ്റേ ഉണ്ടമുളകിന് എനിക്ക് തോന്നുന്നു ഇത്തിരിയും കൂടെ എരിവാന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്തോട്ട് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അവിടെ വെച്ചേ. എന്നിട്ട് ഞാൻ ആ കറിക്ക് അങ്ങ് ചേർത്ത് തേങ്ങ അരച്ച് വെച്ചേ ചേർത്ത്. ഇടയ്ക്ക് ഞാൻ കുറച്ച് തൈരും കൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ചേർത്തായിരുന്നു ഒരു പുളിക്ക് വേണ്ടി കേട്ടോ. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് കടുകൂടെ താളിച്ചങ്ങ് ഒഴിച്ചേക്കാം. അപ്പം നമ്മുടെ കറി റെഡിയാവും. അതിൻ്റെ ഇടയിൽ ഞാൻ ബീട്രൂട്ട് തോരൻ വെച്ചായിരുന്നു കേട്ടോ. തോരൻ ഞാൻ ഏറ്റവും ലാസ്റ്റ് ബീട്രൂട്ട് ഒരുമാതിരി 3/4 ഭാഗം വെന്തിട്ടേ ഞാൻ തേങ്ങ ഇടത്തുള്ളൂ കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ തൂത്തുപാരിലിട്ട് കിടന്നു. ഇത് കൊണ്ടോ കട്ടിലിനടിയിൽ കിടക്കുന്ന സാധനം എൻ്റെ 2 പിള്ളേരും കൊണ്ടിടുന്നതാണ്. ഓൾറെഡി വേറെ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളെല്ലാം കളിച്ച് കഴിഞ്ഞ് കൊണ്ടിടാനായിട്ട്. ഒന്നില്ലെങ്കിൽ ചെറുക്കൻ ഇതിൻ്റെ ഇടയിലിടും, അല്ല പെണ്ണ് കൊണ്ട് ഇതിൻ്റെ ഇടയിലിടും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.